സത്യത്തിൽ അയാളെ ചീറ്റ് ചെയ്യായിരുന്നു കേട്ടോ, പാവം. അയാളെ ഉമ്മ വയ്ക്കുന്ന പടമൊക്കെ MLA ആയപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ആ കുമ്മ കൊടുക്കുമല്ലോ പരസ്യമായിട്ട്, ആ പടമൊക്കെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം അവർ തമ്മിൽ വ്യക്തിപരമായി ഒരുപാട് ബന്ധം ഉണ്ടായിരിക്കാം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് വന്നിട്ട് കളിയുള്ളതെന്നോ എന്താ ചോദിച്ചതിന് അവൾ പറഞ്ഞതിനെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് ഈ പാവം രമേശ് പിഷാരടി പറഞ്ഞത് മാത്രം ഇപ്പോൾ പുറത്ത് വിട്ടിട്ട് പാലക്കാട്ടുകാരെ കോറ തെറി അതിൻ്റെ താഴെ വന്ന ആളുകൾ, പാലക്കാട്ട് വരുന്ന MLA മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ്. എന്തായാലും രമേശ് പിഷാരടി ഒരു ഷണ്ടനല്ല, ഗർഭിണിയെ ഗർഭം കലക്കുന്നവനല്ല, ശരീരം വിറ്റ് ജീവിക്കുന്നവനുമല്ല. മനസ്സിലായില്ലേ? ബോംബെയിലെ കഥകളൊക്കെ കേൾക്കണം, എത്ര ലക്ഷത്തിനാണ് വിറ്റ് കാശാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഞാനൊരു ഷൂട്ടിങ്ങിന് പോയ കഥ പറഞ്ഞല്ലോ, ഒരു വലിയ റിസോർട്ടിൽ അവിടെ ഒരു കരീബിയൻ, ഞാൻ ആ കഥകൾ പറഞ്ഞാൽ കൂടിപ്പോകും. അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ വിളിച്ച് സംസാരിച്ചത്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർഷ. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മളുടെ റിയാക്ഷൻ രംഗത്ത് താത്വികാചാര്യനായ ശാന്തിയുള്ള ദിനേശേട്ടൻ്റെ പുതിയ ഒരു വീഡിയോ വന്നപ്പോൾ അതിനകത്ത് നമ്മുടെ അമ്മയിലെ വർത്തമാനകാല അമ്മയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു താത്വികമായ അവലോകനം നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ പുള്ളിയുടെ വീഡിയോ എടുത്ത് നമ്മൾ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് അതിൽ നിന്നും ഒരു കുറച്ച് ഭാഗമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. എന്തുകൊണ്ടും ഈ സിനിമാ മേഖലയെക്കുറിച്ച് പറയാൻ അധികാരികനാണ് ഇദ്ദേഹം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷക്കാലം സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും ഒരുപാട് സിനിമാക്കാരുമായിട്ട് ബന്ധമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഈ ഒരു കാര്യത്തിൽ നിലപാടുകൾ പറയാൻ നോക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അദ്ദേഹത്തിന് അറിയാം ഇതിനകത്ത് സിനിമ എന്താണെന്നും സിനിമാ മേഖല എന്താണ് എന്നുള്ളതും അവരൊക്കെ പരിചയവും കാണും. അപ്പം നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചാരിറ്റി സംഘടനയുടെ നിയമാവലിയെ പറ്റി ചുക്കോ ചുണ്ണാമ്പോ എന്ന് അറിയാത്ത ഒരു പ്രസിഡന്റും അമ്മ ജനറൽ സെക്രട്ടറി എന്നാൽ എന്തോ വലിയ പോസ്റ്റാണെന്ന് ധരിക്കുന്ന ഒരാളും ഒരു വൈക്കും കൊള്ളാത്ത കമ്മിറ്റിക്കാരും കൂടി പൊതു ഇടത്തിൽ എന്താ പറയുക അപഹാസ്യമാക്കി അമ്മ എന്ന സംഘടനയെ. ദേഹം മുഴുവൻ നുണ പറയാനുള്ള നാവ് ഫിറ്റ് ചെയ്ത ഒരുത്തി മറ്റു രംഗത്തെ നിലവാരമില്ലാതെ ശപിച്ചും തെറി പറഞ്ഞും ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അവളെ നിലയ്ക്ക് നിർത്താൻ പ്രസിഡന്റ് മാഡത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ഇത്ര താഴെ പോയ അവസ്ഥ അമ്മയ്ക്ക് വരില്ലായിരുന്നു. കാള പോലായ ഒരുത്തൻ ഒരു പ്രോഗ്രാം റിഹേഴ്സൽ നടക്കുന്നിടത്ത് ഒരു പെണ്ണിനെ മുട്ടുകയറ്റിയിരിക്കുമെന്നും നിന്റെ അമ്മയുടെ എന്നൊക്കെ അലറിയപ്പോൾ എടാ പോട്ടാ, ഇത് ചന്തയല്ല, മഹാരഥന്മാർ ഇരുന്ന അഭിനേതാക്കളുടെ സംഘടനയാണ് എന്ന് പറയാൻ പറ്റുന്ന ഭരണാധികാരികൾ അല്ലായിരുന്നു അമ്മ ഭരിച്ചത്. അത് ജോയി മാത്യു ആയാലും ശ്വേതാ മേനോനായാലും കുക്കു പരമേശ്വരനായാലും ഉണ്ണി ശിവപാലായാലും ഒരു ചൊക്കിനും കൊള്ളാത്തവരെന്ന് തെളിയിച്ചു. അല്ലെങ്കിൽ മുട്ടുകയറ്റി ഇങ്ങനെ ഇവിടെ വെച്ച് മുട്ടുകയറ്റി ഇടിച്ചു വരും നിന്റെ അമ്മേരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണത്തുള്ളവന്മാരാണെങ്കിൽ തിരുത്തിയനെ. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനെയും അന്ന് നിലയ്ക്ക് നിർത്തിയിരുന്നുവെങ്കിൽ ഈ രണ്ട് വിവരദോഷികളും അൻസുബിയുടെ തോളിൽ കയറില്ലായിരുന്നു. അതിന് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആകുന്നവർക്ക് നട്ടല്ലും കോമൺ സെൻസും സംഘടനയോട് കൂറും അംഗങ്ങളോട് പേടിയുമൊക്കെ വേണമായിരുന്നു. അതില്ലാതെ പോയി. സകലമാന വ്യവഹാരങ്ങളിലും പെണ്ണുപിടിയിലും കുടുംബം കലക്കലിലും പണം തട്ടലിലുമൊക്കെ ചെന്നുപെടുന്ന മാന്യനായ ഒരുത്തൻ പാലക്കാട്ടുണ്ട്. മോഹൻലാലിനെ തുലച്ച ഒരു സംവിധായകൻ, MT വരെ പറ്റിച്ചയാൾ. അയാൾ ഈ പറയുന്നവരുടെ കെട്ടിയവൻ്റെ ചേട്ടനാണെന്ന് പറയുന്നു, ബന്ധുവാണെന്ന് പറയുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു സംഘടനയെ മേയിച്ചുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ സംഘടനാ മികവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പേരടങ്ങുന്ന ഒരു സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പ്രത്യേകിച്ച് ഇത്രയും പൈസ വരകുന്നതും പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഘടനയാവുമ്പോൾ ഈ പറയുന്നത് പോലെ ഭരണപാഠം ഇല്ലാത്തവരെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് മാത്രമല്ല, അവർക്ക് യാതൊരു ഭരണപാഠം ഇല്ലെന്ന് മാത്രമല്ല, വശം പിടിക്കുക, ഏതെങ്കിലും ഒരു അജണ്ട ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, പിന്നെ ഇരയാക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കാതെ പിന്നെ അതിനകത്ത് ആരോപണ വിധേയനായവനെ പൊക്കി പിടിച്ചുകൊണ്ട് മീഡിയയ്ക്ക് മുമ്പ് വരിക. ഇതൊക്കെയാണ് വർത്തമാന കാലത്തിൽ എന്തെടുത്തത് നമ്മൾ ഈ അമ്മയെന്ന് പറയുന്ന സംഘടന. സത്യത്തിൽ അങ്ങനെ ഒരു പേര് തന്നെ അതിനെ വിളിക്കല് AMMA എന്ന് പറയുന്ന ആ ഒരു സംഘടനയിൽ നമ്മൾ കണ്ടത്. ഇപ്പം ഇവർക്ക് ഇതിന്റെ വരും വരാഴികൾ അറിയാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ വരുന്നവർക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ കാണും. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഭഷം പിടിച്ചൊക്കെ ചെയ്താൽ ചിലപ്പം ഇങ്ങനെയൊക്കെ അടപടം രാജിവെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു പാഠമായി കാണും. എത്രത്തോളം ഇതിനകത്ത് ഇനി ഇത് ഈ പറയുന്നത് പോലെ ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഇപ്പൊ സർവ്വ മേഖലയിലും ഈ പറയുന്നത് പോലെ ഒരു വർഗീയവൽക്കരണം സംഭവിക്കുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും അമ്മയിലും സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോറി, അമ്മയല്ല, AMMയിൽ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ശ്വേതാ മേനോനായാലും കുക്കു പരമേശ്വരനായാലും ടിനി ടോം ആയാലും ഒക്കെ ഈ പറയുന്നത് പോലെ അവരൊക്കെ സിനിമയിൽ വലിയ ഇതൊക്കെ ആയിരിക്കും. പൊതുമധ്യത്തിൽ അവർക്ക് എത്രത്തോളം ഇമേജ് ഉണ്ട് എന്നുള്ളത് ഈ വിഷയം വന്നപ്പം ഓരോ വീഡിയോസിനും അടി വന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇവർക്കൊക്കെ ജനങ്ങളുടെ ഉള്ളിലുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ സിനിമാക്കാർക്കിടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വലിയ സ്വീകാര്യത കാണുമായിരിക്കും. എന്തായാലും ബാക്കിയുടെ ഒന്ന് കേൾക്കാം.
പോകില്ല. കാരണം ഇപ്പോൾ ഓഡിയോ പുറത്തു വിട്ടേക്കല്ലേ. സത്യത്തിൽ അയാളെ ചീറ്റ് ചെയ്യായിരുന്നു കേട്ടോ, പാവം. അയാളെ ഉമ്മ വയ്ക്കുന്ന പടമൊക്കെ MLA ആയപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ആർക്കും ഉമ്മ കൊടുക്കുമല്ലോ പരസ്യമായിട്ട്. ആ പടമൊക്കെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം അവർ തമ്മിൽ വ്യക്തിപരമായി ഒരുപാട് ബന്ധം ഉണ്ടായിരിക്കാം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് വന്നിട്ട് കളിയുള്ളതെന്നോ എന്താ ചോദിച്ചതിന് അവൾ പറഞ്ഞതിനെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് ഈ പാവം രമേശ് പിഷാരടി പറഞ്ഞത് മാത്രം ഇപ്പോൾ പുറത്ത് വിട്ടിട്ട് പാലക്കാട്ടുകാരെ കോറ തെറി അതിൻ്റെ താഴെ വന്ന ആളുകൾ, പാലക്കാട്ട് വരുന്ന MLA മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ്. എടാ എന്തായാലും രമേശ് പിഷാരടി ഒരു ഷണ്ടനല്ല, ഗർഭിണിയെ ഗർഭം കലക്കുന്നവനല്ല, ശരീരം വിറ്റ് ജീവിക്കുന്നവനുമല്ല. മനസ്സിലായില്ലേ? ബോംബെയിലെ കഥകളൊക്കെ കേൾക്കണം. എത്ര ലക്ഷത്തിനാണ് വിറ്റ് കാശാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഞാനൊരു ഷൂട്ടിങ്ങിന് പോയ കഥ പറഞ്ഞല്ലോ, ഒരു വലിയ റിസോർട്ടിൽ. അവിടെ ഒരു കരീബിയൻ, ഞാൻ ആ കഥകൾ പറഞ്ഞാൽ കൂടിപ്പോവും. അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ വിളിച്ച് സംസാരിച്ചത് ഉടനെ തന്നെ പുറത്തെത്തി. അയാൾ എന്റെ പുന്നാര കൂട്ടുകാരെ ഇതൊക്കെ കേട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും നിങ്ങളത് പറ. ഇയാളെ ഈ പറച്ചിലൊക്കെ കേട്ടില്ലയോ, ഉമ്മൻ കൊടുത്തു, പിന്നെ പാവത്തിനെ ചതിച്ചു. പിന്നെ ഈ ഒരു കാര്യത്തിനകത്ത് വേറൊരു സത്യം ഉണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ പറഞ്ഞ ഇത് സത്യമാണ്. ഈ രമേശ് പിഷാരടിക്ക് അവരോട് അത്ര സ്വാതന്ത്ര്യം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത്. എന്തായാലും ആദ്യമായിട്ട് വിളിച്ചൊന്നുമല്ല ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അവർ സംസാരിച്ചത്. പിന്നെ അവര് ഈ കോള് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അത് എന്തോ അങ്ങ് പിന്നെ അവര് വലിയ കുലസ്ത്രീ എന്ന രീതിയിൽ സംസാരിച്ചത്. അവർക്കറിയാലോ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തു വരുമ്പം അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാവും എന്നുള്ളത് അവർക്കറിയാലോ. അതുകൊണ്ട് അവരെന്തെടുത്ത് ഇത് മുൻകൂട്ടി അവർ റെക്കോർഡ് ചെയ്യുവാണല്ലോ. അന്നേരം അവർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് രമേശ് ഞാൻ അങ്ങനെയാണ്, ഞാൻ നേരാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആര് കേൾക്കും നിങ്ങളുടെ ഈ വാക്ക്? നിങ്ങൾ കള്ളത്തരമാണ് അയാളെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ചെയ്തത് വെറും നാറിയ പരിപാടിയാണ്. സൗഹൃദമായി സംസാരിച്ച ഒരു സംസാരം റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വലിയ കുലസ്ത്രീ ആയിക്കൊണ്ട് അയാളെ വോക്കല് മാത്രം പുറത്ത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് പുറത്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പമൊക്കെ ബുദ്ധിയുള്ളവരാണ് മലയാളികൾ. നിങ്ങൾ ഇതൊക്കെ ഇട്ട് ആ ഒരു പോസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് വന്നേക്കുന്നതെല്ലാം കൂടുതലും വന്നേക്കുന്നത് നിങ്ങൾ അയാളെ മനഃപൂർവ്വം പെടുത്തി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പം ബാക്കിയോടെ ഒന്ന് കേട്ടോ. നിങ്ങൾ മുൻപ് കൗൺസിലറായിരുന്ന ഒരു BJP കൗൺസിലർ പത്മജ മേനോൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ് പറയുന്നത്, നിങ്ങൾ ശ്വേത മേനോനെ അമ്മയിൽ നിർത്തിയാൽ അദാനി 15 കോടി രൂപ കൊടുക്കും വീട് വയ്ക്കാനും അമ്മയുടെ ദൈനംദിന ചെലവിനും എല്ലാമായിട്ട്. ഇതെങ്ങനെ പത്മജ മേനോൻ പറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ശ്വേത മേനോൻ എന്ന് പറഞ്ഞ മുൻ പ്രസിഡന്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പറയുമ്പോൾ കോൺഗ്രസ് എന്നേ പറയുള്ളൂ. ഞാൻ കോൺഗ്രസ് അല്ലെന്നേ. ഇവിടെ BJPയിലെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, എൻ്റെ നാട്ടുകാരൻ സുരേഷ്, അയാൾ പറയുന്നു അങ്ങനത്തെ എടുത്തിട്ടില്ല, മോഡി ഭക്തയാണ് ശ്വേത മേനോൻ എന്ന് അയാൾ പറയുന്നു പരസ്യമായിട്ട്. അതുപോലെ ഓരോരുത്തരും പറയുന്നു. പക്ഷേ ഈ സ്ത്രീ മാത്രം പറയുന്നു ഞാൻ കോൺഗ്രസ്. ഏത് കോൺഗ്രസ്? സതീശൻ്റെ കോൺഗ്രസ് ആയിരിക്കും. ഒരു മൾട്ടിനാഷണൽ കമ്പനി 15 കോടി വെച്ച് നീട്ടുന്നു. ഒരു ദല്ലാൾ 75 ലക്ഷം കൊടുക്കുന്നു. തികഞ്ഞില്ലയിൽ 2 കോടി തരുമെന്ന് അമ്മയുടെ മുൻ പ്രസിഡന്റ് എന്ന് പറയുന്നു. എല്ലാം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അംഗത്തുമുള്ള അമ്മയ്ക്കല്ല, ശ്വേതയുടെ വിശ്വാസ്യതയിൽ തരുമത്രേ. അപ്പോൾ ഈ ശ്വേത മേനോൻ ആരാ കക്ഷി? അതാണ് ഞാൻ പറഞ്ഞത്. മുൻപ് ഡീലെല്ലാം ബോംബെയിലായിരുന്നു അല്ലെങ്കിൽ ബോംബെയിലാണ് എന്ന് 4-5 എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞത് അതാണ്. ഇതിലുള്ള ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് വേറൊരു മാഡം നീനാക്കുറുപ്പ്. ഇപ്പോഴത്തെ ഇഷ്യൂകൾ ഏറ്റവും കൂടുതൽ വഷളാക്കിയത് നീനാക്കുറുപ്പാണ്. അപ്പോൾ ഇത്രയും വിവാദം വരുത്തിയ കക്ഷി ടിനി ടോമിന് വലിയ ഡാമേജ് വരുത്തിയ ആളുമാണ്. മറ്റേ ആരെയും ചീത്ത വിളിക്കുന്ന ആ അലവലാതി പെണ്ണുപിള്ള ഏറ്റവും ശപിച്ചതും നീനയാണ്. അന്ന് ശ്വേത ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്ര വഷളാവില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ അതേ നീനാക്കുറുപ്പ് ശ്വേതയുടെയും കുക്കുവിൻ്റെയും ഗുഡ് ബുക്കിലായി. രാജിയും വയ്ക്കുന്നില്ല, അൻസുബിയോടൊപ്പവും ഇല്ല. എങ്ങനെയുണ്ട് നീനാക്കുറുപ്പ്? ഇതിലപ്പുറവും ഈ സംഘടനയിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ടിനി ടോമും അൻസുബിയുമായുള്ള ഇഷ്യൂ കേരള മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം ചെല്ലുന്ന ടിനി ടോം, മനോജ് ഇബ്രാഹിമുമായി എനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് പറയുന്ന ടിനി ടോം നല്ലൊരു കെണിയിലാണ് ഇപ്പം ചെന്നപ്പെട്ടിരിക്കുന്നത്. നീനാക്കുറുപ്പിനെ ചിലപ്പോൾ ഒതുക്കിയിരിക്കാം. അവർ രാജിവെച്ച മറ്റേ അലവലാതി പെണ്ണുപിള്ളയെ മാത്രമല്ലേ ഇപ്പോൾ പരാതി പറയുന്നുള്ളൂ. ടിനിയെ വിട്ടുകളഞ്ഞതായിരിക്കാം നല്ലത് എന്ന് ഞാൻ പറയാം. വാശിയൊന്നും വേണ്ട, തേങ്ങ വിട്ടേക്ക്. ടിനിയുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണം അൻസുബയെന്ന് രമേശ് പിഷാരടി ഒരു നിർദ്ദേശം വെച്ചു അൻസുബയോട്. കോടതി കയറൽ ടിനിക്ക് പരിചയം കാണില്ല, ഞാൻ അനുഭവിക്കുന്നതാണ്. എന്തു നല്ല തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയാൻ വരട്ടെ. അൻസുബ ഒരു മാപ്പ് എഴുതി തരണം, എന്നാൽ കോംപ്രമൈസ് ചർച്ചയാകാം എന്നാണ് ടിനി ടോം പറഞ്ഞത്. എങ്ങനെയുണ്ട്? അരിയും തിന്ന് മറ്റേ സ്ത്രീയെ കടിച്ചിട്ട് പൂച്ച മുറുമുറുത്തതുപോലെയായി ഇല്ലേ? അൻസുബയുടെ കേസെടുക്കാത്ത പോലീസിനെയും ടിനിയെയും ചേർത്ത് കോടതിയിൽ അൻസുബ പരാതി കൊടുത്തു. കേസെടുക്കണോ പോലീസ് എന്നായി കോടതി. നീനയും കൊള്ളാം, വീണയും കൊള്ളാം, എല്ലാം കൊള്ളാം. എവരൊക്കെ ഒന്നും അല്ലെങ്കിൽ അങ്ങ് ഒന്നിക്കുമെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ
ആവേശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പിന്നെ ടെൻഷനൊക്കെ അങ്ങ് കുറയുമ്പോഴത്തേക്ക് അവരങ്ങ് ഒന്നാവും. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഇവർക്കെതിരെ പോസ്റ്റ് ഇടാനും ഇവരെ അനുകൂലിക്കാനും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൂഡ് പിന്നെ അൻസിബ ഉൾപ്പെടെയുള്ളവർ. നാളെ ഒരു സുപ്രഭാതി അൻസിബ വന്നിട്ട് പറയും ഞാൻ പറഞ്ഞെല്ലാം പിൻവലിക്കുന്നു, ഞങ്ങളുടെ അമ്മ ഒത്തീർപ്പായെന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നടന്നാൽ നമ്മളെല്ലാം മണ്ടന്മാരാവും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഈ പറയുന്നത് പോലെ മൊത്തം ഒരു അഭിനയം അല്ലയോന്ന്, അഭിനയക്കാരുടെ സംഘടനയാണല്ലോ. അപ്പോൾ അതിനകത്ത് മൊത്തം അഭിനയം തന്നെ വരും എന്നുള്ളത് നമുക്ക് പിന്നെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ പിന്നെ തലകൊഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. എന്തായിരുന്നാലും ഒരു സംഘടന AMMA എന്ന് പറയുന്ന ഒരു സംഘടന കാരണം കേരളത്തിൽ കുറച്ച് പേർക്ക് കുറച്ച് കാലത്തേക്കുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വെച്ച് കണ്ടന്റുകൾ കിട്ടി. എന്തായിരുന്നാലും ഈ ഒരു വിഷയം കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ചൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി, അങ്ങനെ കൊണ്ടുവന്നതാണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ ഇദ്ദേഹമെങ്കിലും ഉള്ളത് കാര്യമാണ്. നമുക്ക് കുറച്ച് സമയം കാണാം, കണ്ടിച്ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായി കാണാം. അതുവരെയും ബൈ, താങ്ക് യു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക.